ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പണിഞ്ഞിട്ട്. നിഷ പൊട്ടരുത് ഗ്ലാസ് കേട്ടോ, ഇതൊക്കെ ചവിട്ടെ. നിഷ പൊട്ടിയ താഴെ വീഴും. അപ്പോൾ നമ്മൾ വേണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരെ വന്നപ്പം നമ്മളൊരു ചെറിയൊരു പ്ലേസിലൊന്ന് ഇറങ്ങിയതാണ്. അത് വളരെ തണുപ്പുള്ളൊരു വെള്ളം. നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്ത് എത്തിയിരിക്കുകയാണ്. അതൊക്കെ ഇഷ്ടംപോലെ മീനാണ് ആ വെളിയിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന. നമ്മളങ്ങനെ അൽ ഖേറ പാർക്ക്, അൽബഹയിലുള്ള പാർക്കിനുള്ളിലുള്ളൊരു കാഴ്ച, മലമുകളിലുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. ഇതുണ്ടോ, അൽബഹ മുനിസിപ്പാലിറ്റിയിലുള്ള അൽ ഖേറ പാർക്ക്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. എന്താ വെച്ചാൽ ഇതിൻ്റെ പേരെന്തായിരുന്നു? അൽ ഖേറ അല്ലേ? അൽ ഖേറ പാർക്കാണ്. ഓ, തൊപ്പിയൊക്കെ പൊളിയാണല്ലോ. പിന്നെ ബീച്ചേട്ടൻ വെള്ളം കൂടി പിന്നെ തുടങ്ങി. വെള്ളവടി ഇതേണ്ടേ. പുറയിലോട്ട് പോകരുത് കേട്ടോ, സ്റ്റൈലൊക്കെ കൊള്ളാം. പുറയിലോട്ട് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കാനൊന്നും വരത്തില്ല. പാർക്ക് നമ്മൾ ഇതിന് മുമ്പേ ഇവിടെ വന്ന് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ചെമ്പരത്തിയൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചതേ, മനോഹരമായിട്ടുള്ള ചെമ്പരത്തിപ്പൂവൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ്. നമുക്ക് ജിദ്ദയിൽ ഇപ്പോൾ 45-50 ഡിഗ്രി ചൂടാണ്, സൗദി അറേബ്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും. എന്നാൽ ഈ ഒരു അൽബഹ വരുമ്പോൾ മാക്സിമം ഇവിടെ ഒരു 22 അല്ലെ 25 ഡിഗ്രി വരെ മാക്സിമം ഇവിടെ ഉള്ളൂ. ഇന്നലെയൊക്കെ രാത്രി നമുക്ക് 15 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ചൂട്. അപ്പോൾ അത്ര അതിമനോഹരമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. അതുകൊണ്ടോ നമ്മുടെ പൂമരം, അതിമനോഹരമായിട്ടുള്ള പൂമരവും പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12:30 ഇത് കണ്ടോ, ഉച്ചയ്ക്ക് 12:30 പക്ഷേ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളി കാലാവസ്ഥ, നല്ല തണുത്ത കുളിർമയുള്ള കാറ്റ്. അതാണ് നമ്മുടെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ചെടിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത് മുഴുവൻ വെള്ളമാണ് ഇതിനകത്ത്, ഈ ചെടിയുടെ. ഇത് കണ്ടോ, ഈ ഇലയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ വെള്ളം. ഇത് കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള പൂവും ഒക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ്. ലീന പഠിക്കണ്ട, പണി കിട്ടും. കാഴ്ചകൾ കാണാൻ താണ്ട് നമ്മുടെ ടിനു ലൈബിയും ഒക്കെ കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം ടിനുവിൻ്റെ മമ്മിയൊക്കെ ഉണ്ട്. കണ്ടോ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ സൗദി അറേബ്യ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി ക്ലൈമറ്റ് അല്ലേ ഇപ്പം? ഇന്നലെ നല്ല ചൂടും ഇല്ലേ? അപ്പം ടിനുവിൻ്റെ മമ്മിയാണ്. ഇതേതാ, ഒരു മദാമ കൊച്ചാണോ ഇത്? ഓ, ഫോട്ടോഗ്രാഫർ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അയ്യ, ഫോസൊക്കെ കണ്ടോ, അതാണ് അവിടെ ടിനുവാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. അച്ചാൻ ഇതാണ് നമ്മുടെ അൽബഹയിലുള്ള നമ്മുടെ അച്ചാൻ. അൽബഹയിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി, അച്ചാനെ നമ്മൾ ക്രമീകരിച്ച് തരും. ഇവിടുത്തെയുള്ള എല്ലാ സ്ഥലങ്ങളും മനപ്പാടമാണ്. അച്ചാനെ നമ്മളെ കൊണ്ട് കാണിച്ചോളും. ഞങ്ങൾ കണ്ട് അൽഹറാർ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് എത്തിയതാണ്. അപ്പം അതിനുവേണ്ടി അവർ നല്ല അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പുതിയതായിട്ട് സ്റ്റെപ്പൊക്കെ പണിഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് പറ്റും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ പാറയുടെയൊക്കെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. എന്നാൽ ഈ പ്രാവശ്യം എന്തേ കണ്ടോ, ഇവിടെ മുനിസിപ്പാലിറ്റി തന്നെ അടിപൊളിയായിട്ട് വ്യൂ പോയിൻ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. നമ്മൾ അൽഹറാർ വെള്ളച്ചാട്ടത്തിന് വ്യൂ പോയിന്റിൽ കയറി വരാനായിട്ട് അവരിത് കണ്ടോ, സ്റ്റെപ്പൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പം ഇതിലെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇത് അതുപോലെ തന്നെ ഇവിടെ വ്യൂ പോയിന്റിൽ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പണിഞ്ഞിട്ട്. നിഷ പൊട്ടരുത് ഗ്ലാസ് കേട്ടോ, ഇതൊക്കെ ചവിട്ടെ. നിഷ പൊട്ടിയ താഴെ വീഴും. അതാണ്ട് ഇത് കണ്ടോ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ വ്യൂ പോയിന്റ്. ഇതിപ്പം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ തുടക്കം തേണ്ടി വിടുന്നതാണ്. അയ്യോ, പൊട്ടി ഇത് കണ്ടോ, വിടുമെന്ന്. ഇത് താഴോട്ടുള്ള വെള്ളച്ചാട്ടമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പാറയുടെ മുകളിലിരുന്നായിരുന്നു ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഇപ്പം കണ്ടോ, അതിമനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ അൽബഹയിലുള്ള ഹറാർ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റ് മേളിൽ നിന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ താഴെവശം പോയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിമനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഇതാണ്. ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും മനോഹരം. ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുളിർമയുള്ള കാലാവസ്ഥയാണ്.
അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ പോയിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. റാർ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്തിൽ നിന്നുള്ള കാഴ്ച കാണാനായിട്ട് നമ്മൾ വന്നേക്കുന്നതാണ്. ഇവിടെ ഈ ഒരു പാർക്കിങ്ങിൽ നമ്മൾ വാഹനം ഇട്ടിട്ട് നമുക്ക് നടന്നാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ആ കാഴ്ചകൾ കാണാം നമുക്ക്. നമ്മൾ ഇച്ചിരി മുമ്പേ നമ്മൾ നിന്ന് കണ്ട ലൊക്കേഷനാണ് നമ്മൾ ഇത് ഈ മലയുടെ മുകളിലായിട്ട് ഈ കാണുന്നത്. കണ്ടോ, ഇതായിരുന്നു നമ്മൾ കുറച്ച് മുമ്പേ നിന്ന ആ കണ്ണാടിപ്പാലമൊക്കെ ഇവിടെയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ അടിവാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ കാഴ്ച നമുക്കങ്ങനെ ഒന്നിച്ച് കാണാം. അപ്പോൾ എല്ലാവരും അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മളിതാ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണാൻ ഈ ഒരു ഗേറ്റ് വഴിയാണ് നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പം നമുക്ക് ആ കാഴ്ചയും കൂടെ കാണാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നമുക്കുള്ളത്. വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴികളൊക്കെ ഇവർ കണ്ടോ, നല്ല കൈവിരിയൊക്കെ വെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ മീനാണ്. ആ വെളിയിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ചെറിയ മീനുകളെ, അതുപോലെ തന്നെ തവള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലാണ്. തണുത്ത വെള്ളം. നമ്മുടെ മിനി ചേച്ചി അതെ മീനെ പിടിക്കുകയാണ് ഇവിടെ. മീനെ 2 എണ്ണം ഞാൻ കൂടെ തരണേ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതുണ്ടോ പാതയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് ബാക്കി കാഴ്ചയും കാണാം. നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു പാറക്കുളവും മേളീന്ന് വെള്ളം അങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച. അതുപോലെ തന്നെ കുറച്ച് മുമ്പേ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നായിരുന്നു ഈ കാഴ്ച കണ്ടത്. ഇത് കണ്ടോ, ഇപ്പം നമ്മളതിൻ്റെ അടിവാരത്തിൽ എത്തിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ അങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഒരു പ്രത്യേക ഒരു കാഴ്ച കൂടെ ഉണ്ട്. അതായത് നമ്മൾ പലരും പല പ്രാവശ്യം ബൈബിളിലൊക്കെ വായിച്ച കാട്ടൊലുവ് എന്ന് പറയുന്ന ആ ഒരു വൃക്ഷം, കാട്ടൊലുവിൻ്റെ ഒരു പഴയ ഒരു മരം നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് കാട്ടൊലുവ്. നമ്മൾ നാട്ടിലൊന്നും ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയും കൂടെയാണ് ഈ കാട്ടൊലുവ്. ഇത് കണ്ടോ, ഇവിടെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കായ്ക്കുന്നത് സെപ്റ്റംബർ ടു ഡിസംബറിൽ വന്നാൽ നമുക്ക് ഇതിനകത്ത് ഈ ഒലിവുക കാണാൻ പറ്റും. വളരെ പഴക്കം ചെന്നൊരു ഒലിവ് മരമാണ് നമുക്കിവിടെ ഇത് കണ്ടോ കാണാൻ പറ്റുന്നത്. അപ്പോൾ മിനി ചേച്ചിക്ക് ഈ ഒലിവ് മരമൊക്കെ കണ്ടപ്പോൾ ഒരു പാട്ടൊക്കെയാണ് വരുന്നത് അല്ലേ? എന്തായിരുന്നു ആ പാട്ട്? ചിന്തിച്ചൊന്നും അവൻ വെട്ടീണച്ചെന്നെ നല്ലോലിവിൻ തരൂ. ഓടതു ചിന്തിച്ചൊന്നും പാടും ഞാൻ യേശുവിനായി ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. ഇതാണ് നമ്മുടെ കാട്ടൊലുവിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ വേണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരെ വന്നപ്പം നമ്മളൊരു ചെറിയൊരു പ്ലേസിലൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വളരെ തണുപ്പുള്ളൊരു വെള്ളം. ഇതുകൊണ്ട് ഇവിടെ തണുത്ത വെള്ളമാണ്. നമ്മൾ അൽബഹയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്തിൽ വന്ന് നമ്മൾ ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല തണുത്ത വെള്ളമാണ്. പ്രത്യേകിച്ച് അൽബഹേല എന്ന് പറഞ്ഞ കാലാവസ്ഥയും നമുക്ക് നല്ലൊരു കുളിർമയുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അൽബഹേൽ വരുന്നവർ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ഈ ഒരു പ്ലേസ്. നമ്മൾ ഈ ഒരു ഉണ്ടോ, നേരത്തെ നമ്മൾ വന്നപ്പോൾ ഇവിടെ മുഴുവൻ കാടായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടോ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. പാറയൊന്നും വീഴരുത്. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.